2001 AK ആന്റണി അധികാരത്തിൽ വരുമ്പോഴല്ലോ കോൺഗ്രസ് 99 സീറ്റ് നേടിയാണ് അധികാരത്തിൽ വരുന്നത്, UDF അധികാരത്തിൽ വരുന്നത്. അന്ന് കോൺഗ്രസിൻ്റെ സീറ്റ് എത്രയാണെന്നറിയാവോ? 63 സീറ്റാണ്. 63 സീറ്റുകളിൽ നിന്ന് 2006 വരുമ്പോൾ കോൺഗ്രസ് എത്ര സീറ്റിലേക്കാണ് വീഴുന്നതെന്നറിയാവോ? 24 സീറ്റുകളിലേക്കാണ് വീഴുന്നത്. നേരെ 1/3 സീറ്റുകളിലേക്ക് ചുരുങ്ങി. കഷ്ടിച്ചാണ് 2011 നമുക്കൊക്കെ അറിയുന്നത് പോലെ കോൺഗ്രസും UDF അധികാരത്തിൽ വരുന്നത് കേവലം 2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ. അന്ന് കോൺഗ്രസിൻ്റെ സീറ്റ് എത്രയാണെന്നറിയാവോ? 38. അതായത് നേരത്തെ 63 കിട്ടിയ സീറ്റുകളിൽ നിന്ന് 2011 അധികാരത്തിലേക്ക് വീണ്ടും വരുമ്പോൾ കിട്ടുന്ന സീറ്റ് എന്ന് പറയുന്നത് 38 ഈ VD സൈസ് നേരത്തെ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, 63 സീറ്റെന്ന്. അത് ഈ 2001 കണക്കാണ്. 63 സീറ്റ് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് പിടിച്ചെടുക്കാൻ നമുക്ക് കഴിയുമെന്ന് VD സൈസിൻ്റെ ഒരു കണക്ക് പറയുമ്പോൾ പിന്നീട് വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കോൺഗ്രസ് ശോഷിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. 2021 സീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ 21 സീറ്റ്, 2016 എത്രയാ സീറ്റ്? 22 സീറ്റ്. അപ്പം ഈ രീതിയിൽ കോൺഗ്രസ് വളരെയധികം ശുഷ്കിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ് 2026 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കൂടി പ്രതിപക്ഷത്തേക്ക് കോൺഗ്രസ് പോവുകയാണെങ്കിൽ UDF തന്നെ കേരളത്തിൽ ഉണ്ടാകുമോ എന്നുള്ള സംശയമുണ്ട്. കാരണം പിന്നെ ലീഗ് UDF തുടരുമോ? ഈ ഘടകകക്ഷികളുടെയൊക്കെ ഒരു പ്രശ്നം എന്താണ്? അധികാരമില്ലാതെ എങ്ങനെ നിലനിൽക്കാൻ കഴിയും?